അഭിലാഷ, ഇത് ഞാൻ അങ്ങനെയല്ല ഇതിനെ കാണുന്നത്. നമ്മുടെ ഈ ചർച്ചയുടെ ആദ്യഘട്ടത്തിൽ നമ്മോട് സംസാരിച്ച ആ സഹോദരി ബിന്ദു, അവരുടെ മുഖമൊന്ന് ഉയർന്നു നിൽക്കുന്നത് നിങ്ങൾ എപ്പോഴെങ്കിലും കണ്ടിട്ടുണ്ടോ? അവരിപ്പോഴും അപമാനഭാരത്താൽ നിൽക്കുകയാണ്. അവർക്ക് ഇപ്പോഴും അതിൽ നിന്ന് പുറത്തേക്ക് കടക്കാൻ പറ്റിയിട്ടില്ല. ഈ സമൂഹമൊക്കെ മഹാഭൂരിപക്ഷം ഒപ്പം നിന്നിട്ട് പോലും ആ പാവപ്പെട്ട സ്ത്രീക്ക് ശിരസ് ഉയർത്തി നിന്ന് നമ്മോട് സംസാരിക്കാൻ പോലും പറ്റാത്തത്ര ആക്ഷേപിക്കപ്പെട്ട ഒരു സാഹചര്യം. അവരുടെ ചങ്കുറപ്പിനെ ഞാൻ അഭിനന്ദിക്കുക. അതിനോടൊപ്പം നിൽക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നത്, കേരളം ഭരിക്കുന്ന മുഖ്യമന്ത്രിയുടെ ഇരട്ട ചങ്കിനേക്കാൾ വലിയ ശക്തിയുണ്ട് അവരുടെ ചങ്കുറപ്പിന്. അവർ ഇന്നും ജീവനോടെ ഇരിക്കുന്നില്ലേ? ഇതുപോലെ ആക്ഷേപം നേരിട്ടിട്ട്, അധിക്ഷേപം നേരിട്ടിട്ട്. ഞാൻ ചോദിക്കുന്ന, കേരളത്തിലെ പോലീസിന് മനുഷ്യരുടെ തൊലിയുടെ നിറം കാണുമ്പോ കറുത്തവനാണെങ്കിൽ അവനെ കള്ളനാക്കാൻ എങ്ങനെയാ പറ്റുന്നത്? കേരളം കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ ഭരിക്കുന്നതെന്ന് ഇവർ നിരന്തരം പറയുന്നുണ്ട്. പാവപ്പെട്ടവരുടെ പാർട്ടിയാണെന്ന് നിരന്തരം പറയുന്നത്. കറുത്തവന്റെ തൊലി കാണുമ്പോൾ അവനെ കള്ളനാക്കാൻ എത്ര എളുപ്പത്തിലാണ് പോലീസിന് പറ്റുന്നത്? അല്ലെങ്കിൽ അവർക്ക് കക്കൂസ് വെള്ളം കുടിക്കാൻ കൊടുക്കുന്ന ആ രാഷ്ട്രീയ ബോധ്യം കേരളത്തിലെ പോലീസിന് എങ്ങനെയാണ് കിട്ടുന്നത്? അല്ലെങ്കിൽ ഈ തരത്തിലുള്ള മനുഷ്യരെ കൊഞ്ഞനം കുത്തുന്ന എത്രയോ അവസരങ്ങൾ നമ്മൾ കാണുന്നു. ഞാൻ പറയുന്നത്, ഇവരൊന്നും ഇടതുപക്ഷമാണെന്ന് നമ്മൾ വിചാരിക്കരുത്. RSSന്റെ ഇടത് കക്ഷത്തിൽ തലവെച്ചിരിക്കുന്ന ആളുകളാണ് ഇവര്. പോലീസിലെ ഉന്നത ഉദ്യോഗസ്ഥർക്ക് പോലും RSSന്റെ ശാഖയ്ക്ക് തുല്യമായിട്ട് മീറ്റിംഗ് കൂടാൻ സൗകര്യം കിട്ടുകയും അവരൊക്കെ വളരെ ലളിതമായ ശിക്ഷാ നടപടിയിലൂടെ കടത്തിവിട്ട് സംരക്ഷിക്കുന്ന നിലപാടൊക്കെ കേരളത്തിൽ നടക്കുമ്പോൾ, ദളിതരും ആദിവാസികളും പാവപ്പെട്ട മനുഷ്യരും പണമില്ലാത്തവരും യാതൊരു പ്രിവിലേജും ഇല്ലാത്തവർ ഇങ്ങനെ നിരന്തരം വേട്ടയാടപ്പെടും.